We welcome everyone to join us for an hour of prayer, praise and worship. എല്ലാ പ്രിയമുള്ളവരും ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ഉയർത്തി റെയിൻ കേരള കുടുംബത്തോട് ചേർന്ന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ നാം ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മെ വിടുവിച്ച് നമ്മെ ഉദ്ധരിച്ച് നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും നൽകി നമ്മെ അവിടുത്തെ സമൃദ്ധമായ ജീവൻ കൊണ്ട് നിറയ്ക്കുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. നമുക്ക് അവന്റെ സന്നിധിയിൽ ഒരുക്കത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ കർത്താവിന്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്ത് ആ ജീവിതങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇറങ്ങി നിൽക്കണമേ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ, and we welcome you, Holy Spirit of God. Glory to God. Yes, Lord. Praise the Lord. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തനങ്ങൾ 18-ാമത്തെ അധ്യായം അതിന്റെ 25 മുതൽ 30 വരെയുള്ള വാക്യം. Psalm 18 verse 25 through 30. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന് വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. Psalm 18 verse 25 to 30. With the merciful you will show yourself merciful. With a blameless man you will show yourself blameless. With the pure you will show yourself pure. And with the devious you will show yourself shrewd. For you will save the humble people, but will bring down haughty looks. For you will light my lamp. The Lord my God will enlighten my darkness. For by you I can run against a troop. By my God I can leap over a wall. Verse number 30. As for me, as for God, His way is perfect. The word of the Lord is proven. He is a shield to all who trust in Him. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും യഹോവ പരിച തന്നെ. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ആരാധനയുടെ നടുവിൽ എല്ലാ പ്രിയമുള്ളവരും ആശുപത്രിയിലാകട്ടെ, ഭവനങ്ങളിലാകട്ടെ, ഓഫീസുകളിലാകട്ടെ,
യാത്രകളിലാകട്ടെ, എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിലും ആ കരങ്ങളെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിടുവിച്ച് യേശുവിന്റെ നാമത്തിൽ നമ്മെ ഉയർത്തുവാൻ അവിടുന്ന് ഇഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ നന്മ കൊണ്ട്, അവിടുത്തെ വിടുതൽ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സിനു ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വായിച്ചു കേട്ട ദൈവവചന ഭാഗത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് നീ ഒരു പരിചയമാണല്ലോ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പരിചയമായി ഞങ്ങൾ അങ്ങ് ബലപ്പെടുത്തി ശക്തീകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൻ്റെ സന്നിധി ആരാധനയുടെ സ്തോത്രത്തിലൂടെ ആയിരിപ്പോൾ നിന്റെ ബലത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ചാട്ടെ, നിന്റെ ആത്മാവിൻ്റെ ശക്തിയെ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് പോകാനുള്ള ബലം ഞങ്ങളുടെ മേൽ പകർന്നു തന്നാട്ടെ. കർത്താവേ, മതിൽ ചാടി കടക്കുവാൻ തക്കണം വീര്യം ഞങ്ങളുടെ മേൽ പകർന്നു തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ യേശു എത്ര നല്ലവന്. Jesus has great things in store for you and for me. And today is the day of our miracles. Let's believe and trust in Jesus. And God has great things for us. നമുക്ക് കർത്താവിൽ വിശ്വസിക്കുകയും അവനിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യാം. ഈ യേശുവിന് നമുക്ക് വേണ്ടി വലിയ കരുതലുകളുണ്ട്. പാസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രമോദേ. പാസ്റ്റർ, ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ഡൽഹിയിൽ നിന്ന് പാസ്റ്റർ ജിം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും പാസ്റ്റർ ജിം വരട്ടെ. ഇന്ന് പകൽ പാസ്റ്റർ ജിം ഗ്രേസ് ചാപ്പൽ പ്രയിങ് കേരള കുടുംബാംഗമാണ്. കർത്താവ് ശക്തമായി ദൈവദാസനെ ലോകരാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളാകുന്നുള്ള അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്നിട്ട് യേശു അത്ഭുതകരമായി ലോകരാജ്യങ്ങൾ അനേകരുടെ വിടുതലിൻ്റെ കാരണമായി ഉപയോഗിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആലോചനയുമായിട്ട് കർത്തൃദാസൻ നമ്മോട് കൂടെ ഉള്ളത് പാസ്റ്റർ ജിം ജോയ്. വി വെൽക്കം യു വൺസ് അഗെയിൻ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചന ഞങ്ങളോട് പങ്കിടുവാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. Since this is a prayer program, I just want to encourage people who are watching us, people who are here right now. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹനമായി തീരേണ്ടതിന് ചില വാക്കുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ Bible always encourages us to pray. ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. Even when you look at the Old Testament, it always says pray. പഴയ നിയമത്തിലും ധാരാളമായി പ്രാർത്ഥനയെക്കുറിച്ച് call unto me and I will answer. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളുമെന്ന് കർത്താവ് തന്നെ പറയും. Every time God speaks about calling upon him, he is definite that I will answer. എപ്പോഴൊക്കെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് വളരെ വ്യക്തമാണ്, ഒട്ടും സംശയമില്ലാതെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളുമെന്ന്. It's not just try and it might happen. It's always that call and I will answer. പ്രാർത്ഥിച്ചു നോക്ക്, ചിലപ്പോൾ പറ്റിയെന്ന് വരാം, അല്ലെങ്കിൽ ലഭിച്ചെന്ന് വരാം എന്നല്ല കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. Always says call and I will answer. കർത്താവിന്റെ വചനം എപ്പോഴും പറയുന്നത് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളും, ഉറപ്പാ. Even Apostle Paul says pray at all times. ദൈവത്തിന്റെ ദാസന അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുക. Why? എന്തുകൊണ്ട്? Why pray? എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? Pray because we have a prayer answering God. എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം? നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. Because we have a God who listens to our prayers. നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. When we the moment we pray, he listens to our prayers. നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തരുന്നു. The moment he listens to our prayers, he answers our prayer. എപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നു അപ്പോൾ തന്നെ അതിന്റെ മറുപടിയും അവിടെ You might be sitting in your homes, you might be in your office, you might be in your workplace, but the moment you pray, he listens to your prayers and he answers. നമ്മൾ വീട്ടിലായിരിക്കാം, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കാം, കൃഷി സ്ഥലത്തായിരിക്കാം, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലായിരിക്കാം, എവിടെ ആയിരിക്കുന്നു എങ്കിലും പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. Right now you are watching this program and as you pray, God is listening to your prayers and he is going to answer your prayers. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, അത്ഭുതകരമായ മറുപടി ഇന്ന് കർത്താവ് നമുക്ക് നൽകി തരും.
ways are perfect. അവിടുത്തെ വചനത്തിൽ നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുന്നു അവന്റെ വഴികളെല്ലാം തികവുള്ളതാണ്. His ways, His word is perfect. ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. And nothing moves away from the word of God. Whatever He says happens. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒന്നും കുറയുന്നില്ല, കൂടുന്നില്ല. അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. Call and I will answer. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളും. How can God answer our prayers? എങ്ങനെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയും? Psalm 62:11 says, സങ്കീർത്തനം 62:11 വായിക്കുന്നു, power belongs to our God. ശക്തി യഹോവയ്ക്കുള്ളത്. Power belongs to our God. ശക്തി യഹോവയ്ക്കുള്ളത്. Power is not with man. ശക്തി മനുഷ്യന്റേതല്ല. Power is not with people. മനുഷ്യന്റെ കരങ്ങളിലല്ല ശക്തി. But power is with our God. ദൈവത്തിന്റെ പക്കൽ അത്ര ശക്തി. The God who is powerful. സർവശക്തനായ The ദൈവം. creator of the heaven and the earth. The creator of the heaven and the earth. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം. He listens to your prayers every time you call upon നാം Him. പ്രാർത്ഥിക്കുന്ന നേരത്ത് ഒക്കെയും അവിടുന്ന് നമുക്ക് ചെവി തരുന്ന You ദൈവമാണ്. might have spoken to people and they might not have heard you. നമ്മൾ ആളുകളോട് സംസാരിച്ച വിഷമങ്ങൾ അവർ ഒരുപക്ഷെങ്കിൽ കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയോ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയോ But this ചെയ്തിട്ടുണ്ടാകില്ല. moment when you call upon my God, എന്നാൽ ഇന്ന് പകൽ നാം യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ you have the confidence ഇന്ന് പകൽ നമുക്കുള്ള ഒരു ഉറപ്പ് that He is going to answer you. നമുക്ക് മറുപടി തരുന്നവൻ അത്ര യേശു. It might be a health issue. ഒരുപക്ഷെ അതൊരു ആരോഗ്യപരമായ It കാര്യമായിരിക്കാം. might be a family issue. ഒരുപക്ഷെ കുടുംബപരമായ It പ്രശ്നമാകാം. might be a crisis that you're going through. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ ഒരു It അവസ്ഥയാകാം. might be a business failure. ഒരുപക്ഷെങ്കിൽ ബിസിനസ്സിലുള്ള It പരാജയമാകാം. might be a financial situation. ഒരുപക്ഷെ സാമ്പത്തിക കഠിനമായ Whatever ശോധനകളാകാം. situation you are going through, ഏത് സാഹചര്യത്തിലൂടെ താങ്കൾ കടന്നു പോകുന്നെങ്കിലും call upon Him. യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. Sam says, സങ്കീർത്തനത്തിൽ വായിക്കുന്നു, through him I will jump over a wall. ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചു കേട്ടു, യേശുവിനാൽ നമുക്ക് മതിലുകളെ ചാടിക്കടക്കുവാൻ Any കഴിയും. wall, ഏത് മതിലാകട്ടെ, financial walls, സാമ്പത്തികമായുള്ള മതിലാകട്ടെ, wall of sickness, രോഗത്തിന്റെ മതിലുകളാകട്ടെ, walls of pain, വേദനജനകമായ walls അനുഭവങ്ങളാകട്ടെ, of disappointment, ഏത് നിരാശയുടെ ആഴങ്ങളാണെങ്കിൽ, walls of any kind of issue that the devil has brought against you. പിശാച് നമ്മുടെ ജീവിതത്തിന് മുൻപാകെ കൊണ്ടുവന്നിരിക്കുന്ന ഏതു തരത്തിലുള്ള This മതിലുകളാണെങ്കിലും morning you're going to jump over it. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ താങ്കൾ അതിനെ ചാടിക്കടക്കാൻ This പോകുകയാണ്. morning just call upon Him and you are going to jump over it through the Yesu- power of the living God. യേശുവിന്റെ നാമത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ ശക്തിയാൽ നമ്മൾ ഈ പ്രതികൂലങ്ങളെ Can we just ചാടിക്കടക്കുന്നവരാകും. take a moment to pray? ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Oh Father God, പിതാവേ, രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, Father God, പിതാവേ, Lord, there are so many people watching us right ഇന്ന് now, പകൽ ഞങ്ങളെ ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന and many of them are standing before a wall not knowing what to do. അവർ ആയിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അവരുടെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന ഈ മതിലിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിക്കുന്നു. Some of them are standing before a wall of crisis. കർത്താവേ, വലിയ ഉപദ്രവങ്ങളുടെയും വിഷമങ്ങളുടെയും മതിലുകളുടെ മുമ്പിൽ ചിലരായിരിക്കുന്നു. This moment as they call upon you, O God, കർത്താവേ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ this വിളിച്ചപേക്ഷിക്കുമ്പോൾ, moment as they call upon you, യേശുവേ, ഞങ്ങൾ നിന്നെ let വിളിച്ചപേക്ഷിക്കുന്നു. them jump over this wall in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയാൽ അവർ മതിലുകളെ ചാടി കടക്കുന്നവരായി മാറട്ടെ. Let some people who are watching us right now, ഇപ്പോൾ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില or ജീവിതങ്ങൾ, some people who are facing health issues, ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ let them be healed by the power of our living God. ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയാൽ അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. This morning, oh Father God, ഈ പകൽ പ്രിയ പിതാവേ, wall of financial struggle. സാമ്പത്തികമായ കഷ്ടതയുടെ കെടുതികളുടെ മതിലുകളെ There are some people who are going through such situation watching us right ഇന്ന് now. പകൽ ഞങ്ങളെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ പ്രയാസത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ആളുകൾ, Lord, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ let them jump over that struggle. അവർ ആ ക്ലേശങ്ങളെ Let them മറികടക്കുന്നവരാകട്ടെ. jump over that struggle of finances. സാമ്പത്തിക കെടുതികളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അവർ മറികടക്കുന്നവരാകട്ടെ. From nothing,
ഒന്നുമില്ലായ്മയിൽ നിന്ന് Lord, increase them, O Father. അവരെ നീ ഉയർത്തണമേ. Increase them, O അവരെ God. ഉയർത്തണമേ. Give them an increase right now as they watch this ഇപ്പോൾ program. തന്നെ അവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വികസനത്തിനുള്ള അത്യന്ത ശക്തി അവരുടെ മേൽ They വരട്ടെ. might be seeking this morning. ഈ പകൽ അവർ Lord, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. in the days to come, വരുന്ന നാളുകളിൽ make them givers, O Father God. അവർ കർത്താവേ ഇന്ന് പണം അന്വേഷിക്കുന്നവരാണെങ്കിൽ നാളെ അവർ പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി Oh മാറട്ടെ. Father, I pray that you would give them an increase right ഇപ്പോൾ now. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വർദ്ധനവിനുള്ള ഒരു അഭിഷേകം അവരുടെ മേൽ ഇറങ്ങട്ടെ. Let miracles happen as people watch us right now. ഇപ്പോൾ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ In നടക്കട്ടെ. every family that is watching us right now, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും let miracles happen in their lives. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ Let ഉണ്ടാകട്ടെ. miracles happen for some children right now. യേശുവിന്റെ നാമത്തിൽ കുട്ടികളുടെ മേൽ അത്ഭുതങ്ങൾ Let ഉളവാകട്ടെ. walls of uncertainty be broken. എല്ലാ പ്രയാസഘട്ടങ്ങളെയും മറികടക്കുവാനുള്ള ദൈവകൃപ അവരുടെ മേൽ ഇറങ്ങട്ടെ. Let there be clarity for some people, oh Father. യേശുവിന്റെ നാമത്തിൽ സുതാര്യമായ ശാന്തമായ വ്യക്തമായ മനസ്സിന് ചിന്താമണ്ഡലങ്ങൾക്ക് ജീവിതങ്ങൾ ഉടമയായി തീരട്ടെ. Confusions leave right now. യേശുവിന്റെ നാമത്തിൽ ചിന്താക്കുഴപ്പത്തിന്റെ ആത്മാക്കൾ അവരെ വിട്ടുമാറുവാൻ Oh കൽപ്പിക്കുന്നു. Father, we just want to thank you. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you because you are a prayer answering നീ God. മറുപടി പ്രാർത്ഥനയ്ക്ക് തരുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പിതാവേ. Amen. Oh, hallelujah. Pastor Jim, how true the word is. And it's the right word for us today. ഇന്ന് എത്ര ശ്രേഷ്ഠമായി എന്ത് വ്യക്തമായിട്ടാ ഇവിടെ വന്നിരിക്കുന്ന. ഇന്നലെ നമുക്ക് രാവിലെ പ്രാർത്ഥന ഇല്ലായിരുന്നല്ലോ ടെലിവിഷനിലൂടെ. ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങൾ. There are many prayer requests. കർത്താവ് ഒരു കാര്യം ഉറപ്പാ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു കർത്താവ് യേശു ഉള്ളത് കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന കേരളം ഉളവാകട്ടെ. സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് കരങ്ങളെ രണ്ടും ഉയർത്തി പ്രാർത്ഥിക്കാം. ഇന്ത്യ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവകൃപയുടെ വലിയ പകർച്ചയാല് ഈ രാജ്യത്തുള്ള ജനം മുഴുവൻ നിറയപ്പെടേണ്ടതിന് നമുക്കൊരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ വലിയ കവിഞ്ഞൊഴുക്ക് ഈ രാജ്യത്ത് ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഞങ്ങൾ കേട്ട വചനം പോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന എൻ്റെ യേശുവേ, അവിടുത്തെ വചനപ്രകാരം ജീവിതങ്ങളുടെ മുമ്പാകെ ഉയർന്നു വരുന്ന ഓരോ മതിലുകളെയും അവിടുത്തെ ശക്തിയാൽ അതിനെ മറികടക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അതിനെ മറികടക്കുവാൻ എല്ലാവരുടെ മേലും കൃപ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, സ്തോത്രം. താങ്ക് യു ജീസസ്. ഇന്നലെ ശനിയാഴ്ച ഡെലക്റ്റ എന്ന പേരുള്ള ഒരു സഹോദരി ട്രാൻഡത്തു നിന്ന് അതികഠിനമായ നെഞ്ചുവേദന വെളുപ്പിനെ തനിക്കുണ്ടായി. ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് കരുതി ടെലിവിഷൻ ചാനലുകളിലൂടെ താൻ ഇങ്ങനെ കടന്നുപോയപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ പ്രാർത്ഥനാ കേരളം എന്ന ഈ ശുശ്രൂഷ രാവിലെ 6 മണിയായപ്പോൾ അവർക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നമ്മളോട് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ ആശ്വാസം നൽകി. ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ഓൾട്ടറിൽ വച്ചിരിക്കുന്ന 10,000-കണക്കിന് വിഷയങ്ങൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരുവാനില്ല. യേശു അത്ഭുത മന്ത്രിയാണ്. യേശു വീരനായ ദൈവമാണ്. സ്ഥലം വിൽക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. റോസലിൻ ട്രിവാൻഡ്രത്തുനിന്ന് ഇത് അറിയിച്ചിരിക്കുന്നത്. യേശു അത്ഭുതകരമായി ആ കാര്യം നടത്തി തന്നു. പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിച്ചു. ശ്വാസം മുട്ടലിന് വലിയ മാറ്റം അനുഭവിക്കുന്നു. ബ്രദറിന് ജോലി ലഭിച്ചു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പകൽക്കാലം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ അത്ഭുതകരം. കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. സാധാരണ ഡയാലിസിസ് കഴിഞ്ഞ്
വീൽ ചെയറിലാണ് പുറത്തു വരുന്നത്. പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിച്ചു. പിന്നീട് ഡയാലിസിസിന് ശേഷം ഒരു ക്ഷീണവുമില്ലാതെ നടന്ന് പുറത്തേക്ക് വന്നു എന്ന് ഒരു വിവരം ഇവിടെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് വിവരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന വിടുതലുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പകൽ താങ്കളുടെ വിടുതലിൻ്റെ പകല. ഈ വിഷയങ്ങളുടെ മേൽ ഞങ്ങളോടൊപ്പം ആത്മാവിൻ്റെ ഐക്യതയിൽ ദൈവസ്നേഹത്തിൽ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥനാ കേരളത്തിലെ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്ന് സ്ക്രീനിൽ കാണുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മീതെ കരങ്ങൾ താങ്കളുടെ വിശ്വാസത്താൽ വെച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ വ്യക്തമായിട്ട് ഈ ജീവിതങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ വിടുതലുകൾ, പുതിയ അത്ഭുതങ്ങൾ, പുതിയ നന്മകൾ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹൃദ്രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. I pray, Lord, in the name of Jesus, that every heart condition, every person who has a heart issue, I bless them with the blessing of healing in Jesus' mighty name. Let them be healed completely in Jesus' name. കർത്താവിൻ്റെ നാമത്തിൽ അവർ പൂർണ്ണമായി സൗഖ്യം ഉള്ളവരായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Every cancer be gone from their body in Jesus' name. As we pray in Jesus' mighty name. Thank you, Lord, for healing our people in Jesus' name. Thank you, Lord, for setting our captives free in Jesus' name. ബന്ധിതരായിരുന്ന ജീവിതങ്ങളെ അവിടുന്ന് വിടുവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അബോധാവസ്ഥയിലായിരുന്ന ജീവിതങ്ങളെ അവിടുന്ന് ജീവനിലേക്ക്, ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകരാജ്യങ്ങളിൽ അവിടുന്ന് പകരുന്ന എല്ലാ വിടുതലുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിന് മേലും അതത് വ്യക്തിക്ക്, അതത് വിഷയങ്ങളുടെ മേല് അവിടുന്ന് മറുപടി കൽപ്പിക്കും. യേശുവിൻ നാമത്തിൽ ഇതിന്റെ മേൽ മറുപടി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾ വിളിക്കുക, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശു. പ്രസന്ന തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ വിവാഹം 12/9/2013 സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, സ്ഥലം വെക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകളുടെ വിവാഹം കർത്താവെ തക്ക സമയത്ത് നടക്കട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ, ആ സ്ഥലം വിൽക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്വത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബെറ്റി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മദർ സാറാമ്മയ്ക്ക് സോഡിയം കുറവ്. യേശുവിന്റെ നാമത്തിൽ എന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ സോഡിയത്തിന് നില യഥാക്രമം കർത്താവെ ക്രമീകൃതമാകുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ഗ്രേസി ചെങ്ങന്നൂരിൽ വിളിച്ചിരിക്കുന്നു. മകൾ റാണി +2 എക്സാം, മകൻ റോണി ജോലി നല്ലതായിട്ട് ലഭിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ മകൾക്ക് പഠിക്കാൻ വേണ്ട ബുദ്ധിയും ശക്തിയും ആരോഗ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ലതായ ജോലി ലഭിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മിനി ഒളസയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 12 വർഷമായി തലമുറയില്ല, ഭർത്താവിന്റെ മദ്യപാനം മാറണം. യേശുവിന്റെ നാമത്തിൽ എന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിന് ശക്തി അവിടെ മേൽ നിഴലിടുവാനിടയാകട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയി ദൈവശക്തിയാൽ ഒരു പൈതൽ ഉളവാകുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മകന്റെ മദ്യപാനത്തിലെ ആസക്തികൾ ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാനിടയാക്കണം യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ഓമന കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 33 വർഷമായിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലാണ്. കാശ്മീർപ്പെട്ട ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. മകൻ ദുബായിൽ പിന്മാറ്റത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഹാലലുയ മകൾ ക്യാൻസറിന്റെ അസുഖം മാറട്ടെ. ഹാലലുയ അവർക്ക് നല്ലതായിട്ട് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കട്ടെ. ആ മകന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മകനായിരിക്കുന്ന കർത്താവെ യേശുവിനെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗീത തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന് BP, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. ബ്രദറിന്റെ വിരലുകൾ മടങ്ങിയിരിക്കുന്നു, ദേഹത്ത് ചൊറിച്ചിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് അയക്കുന്നു. കർത്താവെ, എല്ലാ നിലയിലും ഒരു സ്വൈര്യവും സമൃദ്ധിയായ ജീവനും ഇവിടെ ശരീരാത്മദേഹിയിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, മകന് BDS നല്ല വിജയം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മിസ് ലളിത പാലക്കാട് നിന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ട്രാൻസ്ഫറിന് കുഴപ്പമില്ലാതെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഭർത്താവ് അൾസർ ഭാരപ്പെട്ടപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു.
സ്കാൻ ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് വരുവാനിടയായി. ഗവൺമെൻറ് സർവീസിലുള്ള ഒരു വ്യക്തിയാണ് ഇത് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, മെഡിസിന് പഠിക്കുന്ന വേറെ ഒരു കുട്ടി കൂടെ MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. നന്നായി പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര മറവി, സംസാരിക്കുമ്പോൾ വിക്ക്, പേടി, പ്രയാസം താൽ ഭാരപ്പെടുന്നു. അശ്വതി തൂത്തുക്കുടിയിൽ നിന്നാണ് നമ്മോട് ഈ വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകർ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി അറിയിക്കുന്നു. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടി പ്രവർത്തിക്കുന്ന മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരട്ടെ. ധാരാളം നഴ്സിംഗ് സ്റ്റുഡൻസ്, BDSന് പഠിക്കുന്നവർ, MBBSന് പഠിക്കുന്നവർ, മാസ്റ്റേഴ്സിന് പഠിക്കുന്നവർ, നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. മെഡിക്കൽ രംഗത്ത് പഠനത്തിലായിരിക്കുന്ന വിദ്യാർത്ഥിനികളെ യേശുവിൻ്റെ നാമത്തിൽ, പാരാമെഡിക്കൽ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നഴ്സിംഗിലായിരിക്കുന്നവർ, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവെ അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കുന്നവർ, അഡ്മിഷൻ ലഭിക്കേണ്ടവർ ഒക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ എക്സാമിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതി ഉയർന്ന റാങ്കോടെ പാസ്സാക്കുവാൻ അവർക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില യൗവനക്കാരെ ബാധിച്ചിരിക്കുന്ന അടിമത്തങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ വിടുവിക്കും. ഉറക്കമില്ലാത്ത അവസ്ഥകൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. മയക്കുമരുന്നുകളുടെ പീഡയിൽ നിന്ന് ആ ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ സ്വസ്ഥതയും യേശുവിൻ്റെ സമാധാനവും യേശുവിൻ്റെ ക്ലാരിറ്റിയും അവർക്ക് ഉണ്ടാകട്ടെ. ദൈവിക ഓർഡർ അവരുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകട്ടെ. ഓരോ ജീവിതത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിശിഷ്യ ഞങ്ങൾ ഈ അശ്വതിക്കായി പ്രാർത്ഥിക്കുന്നു. അവൾ അനുഗ്രഹീതമായി പഠിച്ച് വിജയിയായി തീരട്ടെ. സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. I pray, Father, that the spirit of excellence of God shall descend on her right now in Jesus' name as we pray, Lord. കർത്താവിന്റെ കരം കൂടെ ഇരിക്കും യേശുവിന്റെ നാമത്തിൽ. BDSന് നല്ല വിജയം കിട്ടേണ്ടതിന് വേണ്ടി ആ അമ്മ ആഗ്രഹിക്കുമ്പോൾ ആ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ ഉയർന്ന വിജയിയായി തീരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ചെങ്ങന്നൂരിൽ നിന്ന് കുഞ്ഞുഞ്ഞമ്മ വിളിച്ചിരിക്കുന്നു. ഭർത്താവ് ജോർജ് 8 വർഷമായി തളർന്നു കിടക്കുന്നു. കുഞ്ഞുഞ്ഞമ്മയ്ക്ക് നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മകന് ജോലി ലഭിക്കണം. പ്രിയ പിതാവേ, ഈ ജീവിതങ്ങളുടെ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദൈവിക വിടുതല കർത്താവെ അവരുടെ ജീവിതത്തെ കാണുവാൻ നിന്റെ കർത്താവെ നീ അവരെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദൈവ പ്രവൃത്തി അവരുടെ കുടുംബങ്ങൾ വെളിപ്പെടുമാറാകട്ടെ. കർത്താവെ, ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർ വിടുവിച്ചാട്ടെ. കർത്താവെ, ദൈവികമായ ഒരു ഉയർച്ച അവർക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ലെന്ന് സുസമ്മ വിളിച്ചിരിക്കുന്ന മകൾക്ക് ദഹനം കുറവാണ്. ഭർത്താവ് തളർന്നു കിടക്കുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൂർണ്ണ ആരോഗ്യം ബലവും മകൾക്ക് ഉണ്ടാകട്ടെ. ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷം തളർന്നു കിടക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഭർത്താവ് വിനോദ് ഷുഗർ, കിഡ്നി പ്രോബ്ലം, ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. SMS വഴിയാണ് പ്രാർത്ഥന വിഷയം വന്നിരിക്കുന്നത്. പ്രിയ പിതാവേ, ഈ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിനോദ് എന്ന് പറയുന്ന വ്യക്തിയെ നീ തൊടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഷുഗറിന്റെ ലെവലുകൾ എല്ലാം നോർമലായി തീരുമാറായിട്ട്. കർത്താവ്, ദൈവപ്രവൃത്തി വെളിപ്പെടുമാറണം. ആ ജീവിതത്തിന് വേണ്ടി വിടുതൽ നൽകിയതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ വിളിച്ചിരിക്കുന്നു. ശരീരവേദനയാൽ പ്രയാസപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം ഈ നിമിഷം തന്നെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കൊച്ചുമകൾ അഞ്ചു സുഖപ്രസവം ലഭിക്കാൻ വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ അമ്മിണി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക കരം കൂടെയിരിക്കുമാറണമേ. നോർമൽ ഡെലിവറി ആ ജീവിതത്തിന് ഉണ്ടാവട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. മോളിറാന്നിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് മദ്യം മയക്കുമരുന്നിൽ നിന്നും ഭർത്താവിൻ്റെ ഒരു പൂർണ്ണ വിമോചനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മോളിയുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നൽകുന്ന സ്വാതന്ത്ര്യം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണം. മറ്റെല്ലാ ബന്ധനത്തിൽ നിന്നും പുറത്തു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ദൈവിക സമാധാനത്താൽ അങ്ങ് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. എന്നെന്നുമേ യേശുനാമം പരിശുദ്ധം പരിശുദ്ധം എന്നെന്നും. എല്ലാവരും കരങ്ങളെ ഉയർത്തി. യേശുനാമം പരിശുദ്ധം പരിശുദ്ധം എന്നെന്നുമേ. പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒരിക്കൽ കൂടെ യേശുനാമം പരിശുദ്ധം എന്നെന്നുമേ.
Jesus. റവറൻഡ് ഫാദർ VK തോമസിന് VK തോമസ് 1 മാസമായി അബോധാവസ്ഥയിൽ സീരിയസ് ആയി ഫ്ലോറിഡയിൽ USA ഫ്ലോറിഡയിൽ ICUവിൽ ആയിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. യേശു അത്ഭുതം പ്രവർത്തിച്ചു, ബോധം തെളിഞ്ഞു, എല്ലാവരെയും തിരിച്ചറിഞ്ഞു എന്ന് സ്വന്തം സഹോദരി അമ്മിണിക്കുട്ടി തിരുവല്ലയിൽ നിന്ന് നമ്മോട് ടെലഫോണിൽ വന്ന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്ന മൺഡേയിലെ TV പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കണം, ബ്രദേഴ്സ് എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, കഴിഞ്ഞ വർഷങ്ങളിൽ ശുശ്രൂഷകളിൽ അബോധാവസ്ഥയിൽ 30, 36, 37 ദിവസങ്ങളൊക്കെ അബോധാവസ്ഥയിൽ കിടന്ന പല പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും അല്ല, തികഞ്ഞ ആരോഗ്യത്തിലേക്കും വരിക മാത്രമല്ല, അവർ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നതായും ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഈ യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് ഞാൻ ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക, രോഗികൾക്കായി പ്രത്യേകാൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഏതു തരത്തിലുള്ള രോഗത്താൽ താങ്കൾ ഭാരപ്പെടുന്നെങ്കിലും ഈ റവറൻഡ് ഫാദർ VK തോമസിനെ അത്ഭുതകരമായി ബോധാവസ്ഥയിലേക്ക് ഫ്ലോറിഡയിൽ നമ്മൾ കോട്ടയത്ത് നിന്ന് മാത്രമല്ല പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ലോകരാജ്യങ്ങളിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ദൂരം യാത്ര ചെയ്ത് ഇത്രയും ദൂരം നമുക്കാണ് സമീപം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ഈ യേശു താങ്കൾക്ക് വേണ്ടി ഇന്ന് പകൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് ടെലഫോൺ വന്നിട്ടുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്കളുടെ അടുത്തുള്ള രോഗികളെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് ക്രമീകരിച്ചാട്ട് വേഗം കഴിയുന്നിടത്തോളം. ഹലോ ഹലോ, അതെ ഞാൻ എന്റെ പേര് സൂസൻ, കോട്ടയത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്റെ ബ്രദറിനോയുടെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുവാണ്. ബ്രദറിനോയുടെ പേര് ബിജു, ഇടുക്കി താമസിക്കുന്നു. ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സിന്റെ അടിമയാണ്. ഇന്നലെ ഡ്രിങ്ക്സ് ഒന്നും നിർത്തണമെന്ന് പോലും ആഗ്രഹിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. ആരോ ആളെ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എന്നിട്ട് ഒരു സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അവര്. ഹെവി ലോൺ ആണ് അവരുടെ മേല്. അതുകൊണ്ട് ഉള്ള പ്രോബ്ലം കാരണം എല്ലാവർക്കും എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത സ്ഥിതിയിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റർ സൂസൻ കോട്ടയത്തു നിന്ന് നമ്മുടെ കൂടെ ടെലഫോണിൽ വന്നിരിക്കുന്നത്. സൂസൻ, തീർച്ചയായിട്ടും താങ്കളുടെ സഹോദരനെ ബിജുവിനെ യേശു സൗഖ്യമാക്കും. പ്രേയിങ് കേരളയിൽ അനേക മദ്യത്തിന് അടിമകളായി ലക്ഷ്യബോധം നഷ്ടപ്പെട്ട നൂറുകണക്കിന് ജീവിതങ്ങളെ കർത്താവ് വിടുവിച്ചത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് ഇന്ന് പകലിപ്പോൾ അതൊരു രോഗാവസ്ഥയാണ്, ഒരു അടിമത്വമാണ്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്കളുടെ ശരീരത്തിൽ നേരിടുന്ന രോഗം എന്തുമാകട്ടെ, റവറൻഡ് ഫാദർ തോമസിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്ന അതേ യേശു താങ്കളെ വിടുവിക്കും. നമ്മളിൽ നിന്ന് താങ്കൾ എത്ര ദൂരെ ആയിരിക്കുന്നെങ്കിലും യേശു താങ്കളുടെ തൊട്ടരികിലുണ്ട്. ആ രോഗികൾ കഴിയുന്നിടത്തോളം ആ സ്ക്രീനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ക്രീനിലേക്ക് കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ ചേർന്ന് യേശു പുതുജീവൻ. ഒരിക്കൽ കൂടെ ശാശ്വത യേശു. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ദൂരെയാണ്, പക്ഷെ താങ്കൾ ആയിരിക്കുന്നിടത്ത് ആ ആശുപത്രിയിൽ ICUവിൽ ധാരാളം ആശുപത്രികളിൽ നിന്ന് ICUവിലായിരിക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എയർപോർട്ടുകളിൽ യാത്രയിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഫീസ് സ്റ്റാഫ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ധാരാളം ഓഫീസുകളിൽ ആളുകൾ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, കാനഡയിൽ, മിഡിൽ ഈസ്റ്റിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ, ഇന്ത്യയുടെ നാനാ സംസ്ഥാനങ്ങളിൽ നിന്ന് അനേകർ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രോഗികളായ പ്രിയപ്പെട്ട, ഇഫ് യു ആർ സിക്ക് ഓൺ യുവർ ബോഡി, റവറൻഡ് ഫാദർ തോമസ് was sick and was in unconscious state for 1 month in a hospital in Florida, United States of America, and his sister Miss Ammanikkutti has asked the Praying Kerala team to pray for him.
And as a result of our prayer, Jesus has brought him back to the normal life. And the same Jesus is going to touch and set you free today completely. അതേ യേശു തന്നെ താങ്കളെ ഇന്ന് തൊട്ട് സുഖപ്പെടുത്തി വിടുവിക്കാം. ക്യാൻസറിന്റെ ചികിത്സയിലൂടെ താങ്കൾ പൊക്കോണ്ടിരിക്കുന്നത് യേശു ഇന്ന് വിടുവിക്കുവാനുണ്ട്. ഹൃദ്രോഗത്തിന്റെ ആഴങ്ങളിലൂടെ താങ്കൾ പൊക്കോണ്ടിരിക്കുന്നു, വിടുവിക്കുവാൻ യേശുവുണ്ട്. കിഡ്നി സംബന്ധമായ രോഗത്താൽ താങ്കൾ ഭാരപ്പെടുന്നു, സൗഖ്യമാക്കുന്ന യേശുവുണ്ട്. ത്വക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, വീട്ടിലേക്കോ വെള്ളപ്പാണ്ട് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽ യേശു താങ്കളെ സൗഖ്യമാക്കുന്നു. അനേകരുടെ സൗഖ്യം ആ മേഖലകളിൽ കാണാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഉറപ്പായി പറയട്ടെ, യേശു താങ്കളെ വിടുവിക്കുന്ന പകല. രണ്ട് കരവും കഴിയുമെങ്കിൽ ആ സ്ക്രീനിലേക്ക് തൊട്ടുകൊണ്ട് ഈ സന്ദർഭത്തിൽ തള്ളിക്കളയാത്ത യേശു ഉറക്കെ എന്നോട് ചേർന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിളിച്ച്, യേശുവേ എനിക്കങ്ങേ ആവശ്യമുണ്ട്, അവിടുന്ന് എന്നെ തൊടണമേ, അവിടുന്ന് എന്നെ തൊടണമേ, അവിടുന്ന് എന്നെ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. ഓ, രണ്ട് കരവും ഉയർത്തി ആ സ്ക്രീനിലേക്ക് കഴിയുമെങ്കിൽ സ്പർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രോഗിയുടെ കരം ചലിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിനകത്ത് ആ ആശുപത്രിയിലായിരിക്കുന്ന ആശ്രിതർ അവരുടെ ശരീരത്തിന് മേൽ ഒരു കരവും അടുത്ത കരം ആ സ്ക്രീനിലും തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഐക്യതയോടെ യേശുവിന്റെ സ്നേഹത്തിൽ ഒരു കുടുംബമായി നിന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ പാദം വരെ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ആ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. SLE എന്ന രോഗത്താൽ ക്ലേശിക്കപ്പെടുന്ന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ ശരീരം സൗഖ്യമാകട്ടെ. സ്റ്റിറോയിഡ്സിന്റെ ദോഷഫലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അവരുടെ ശാരീരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏതെല്ലാം തരത്തിലുള്ള ക്യാൻസറിനാല് പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നെങ്കിലും ഇന്ന് പകൽ യേശുവേ അവിടുന്ന് എല്ലാത്തരം ക്യാൻസറിനും യേശുവേ അവിടുന്നാണ് മരുന്ന്, അങ്ങാണ് ഡോക്ടർ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹൃദ്രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ട് അറ്റാക്കിനുള്ള എല്ലാ പ്രവണതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശരീരം ക്രമത്തിലധികമായി തടിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമോണൽ പ്രോബ്ലം ഇംബാലൻസസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് നോർമലായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരം ക്രമത്തിലധികമായി മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ പുഷ്ടിയും ആരോഗ്യമുള്ളവരാകട്ടെ. ആവശ്യമായ സൈസ് ഇല്ലാതെ ശരീരം ചെറുതായിക്കൊണ്ടിരിക്കുന്ന രോഗി ആ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ പൂർണ്ണ വളർച്ചയിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നിന്റെ നന്മ കൊണ്ട് നിറയ്ക്ക്. വൃക്ക രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഉദര രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡ്സ് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്കെലിറ്റനെ ബാധിച്ചിരിക്കുന്ന ശരീരത്തിന്റെ എല്ലുകളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, കെടുതികൾ, വിരൂപമാകുന്ന അവസ്ഥകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കണ്ണിന് കാഴ്ച യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ. ചെവികൾ യേശുവിന്റെ നാമത്തിൽ സജീവമായി പ്രവർത്തിക്കട്ടെ. സംസാരശേഷി ഇല്ലാത്തവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മുതൽ സംസാരിക്കുന്നവരായി മാറട്ടെ. അവിടുന്ന് കൊടുത്ത വിടുതലുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരട്ടെ. യേശുവിൻ നാമത്തിൽ ICUവിൽ കിടന്ന രോഗികളെ സൗഖ്യമാക്കുന്ന യേശു തന്നെയാണ് താങ്കളെ ഇന്നു പകൽ സൗഖ്യമാക്കിയത്. അടുത്ത നിമിഷങ്ങൾ തങ്ങളുടെ ശരീരത്തെ പരിശോധിക്കുക. ആ രോഗശക്തി താങ്കളെ വിട്ടുമാറിയത് താങ്കൾക്ക് വ്യക്തമായി അനുഭവിക്കുവാൻ കഴിയും. അടുത്ത നിമിഷം തന്നെ ടെലഫോണിൽ ആ വിവരങ്ങൾ വിളിച്ചറിയിക്കണം. പ്രാർത്ഥന കേരളത്തിലെ 10,000-കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ നമ്മോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. മറക്കരുത്, ഈ മാസം 29, 30, 31 തീയതികളിൽ നമ്മൾ ഒന്നിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവധികൾ ക്രമീകരിക്കുക. സമയം അതിനനുസരിച്ച് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ശ്രേഷ്ഠരായ അനേക ദൈവഭക്തന്മാർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ ആഴ്ചയുടെ അവസാനം വെള്ളി, ശനി,
ഞായർ 3 ദിവസങ്ങൾ കോഴിക്കോട് വെച്ച് പ്രാർത്ഥന കേരളവും അവിടെയുള്ള ധാരാളം ദൈവമക്കളും കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു, ഒരു ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ, ആ ദേശത്തുള്ളവർ തീർച്ചയായിട്ടും മീറ്റിങ്ങിന് കടന്നു വരണം. 7 മണിക്ക് ശേഷം വിളിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നൽകി തരാം. 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ആ സമ്പൂർണമായ സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. അന്നമ്മ തിരുവല്ലായിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ശരീരവേദന, കാഴ്ചക്കുറവ്, മാനസിക രോഗി, 14 വർഷമായി ത്വക്ക് രോഗം, മകൾക്ക് ജോലിയില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട സഹോദരിയുടെ അസുഖങ്ങൾ ഭേദമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റെനി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് എന്ന കണക്കിന്റെ പരീക്ഷയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ പൈതലിനെ നിറച്ച് നന്നായി പരീക്ഷ എഴുതുവാനുള്ള സഹായിക്കുന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ. മേരി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 2ാമത്തെ മകളുടെ സ്ഥലം വിൽപ്പന നടക്കണം, കടങ്ങൾ മാറണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സവിത പത്തനാപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അനുജത്തി മാനസിക വിഭ്രാന്തി, ഭർത്താവിന് മദ്യപാനം, മാതാവും സഹോദരങ്ങളും ദൈവത്തെ അറിയണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളുടെ മാനസിക നില കർത്താവെ ദൈവകൃപയിൽ അത് മറയുവാനിടയാകട്ടെ. എല്ലാ പരിഭ്രമങ്ങളും വിട്ടുപോകട്ടെ. കർത്താവെ, ആ മകന്റെ മദ്യപാനത്തിന്റെ ആസക്തി ശരീരാത്മതയ്ക്ക് വിട്ട് പുറത്തു പോകട്ടെ. ആ മാതാപിതാക്കൾ കർത്താവെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുവാൻ അവിടുന്ന് കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ. പ്രമീള എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അമ്മ ലലി തമ്പിക 10 വർഷം മുമ്പ് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. ഒരാഴ്ചയായിട്ട് ഭയങ്കര ക്ഷീണമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ സഹോദരി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ക്ഷീണങ്ങൾ മാറട്ടെ, പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ജൂലി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ആധാരം പണയത്തിലാണ്. വസ്തു വാങ്ങാൻ അഡ്വാൻസ് കൊടുത്ത പണം തിരികെ കിട്ടുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തടസ്സ കാരണമായി കിടക്കുന്ന സകല സാഹചര്യങ്ങളും അവരുടെ ജീവിതം വിട്ട് പുറത്തു പോകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണം. ആധാരം തിരികെ ലഭിപ്പാൻ തക്കണം ഇടയാകട്ടെ. കർത്താവെ, അഡ്വാൻസ് കൊടുത്ത പണം തിരികെ ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ. മകൻ കെവിൻ ശക്തമായ പനിയാൽ ഭാരപ്പെടുന്നു എന്ന് മേരിക്കുഞ്ഞ് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അല്പം മുമ്പ് ടെലിഫോണിൽ വന്ന ആ സഹോദരൻ ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു ടെലിഫോണൂടെ വന്നിട്ടുണ്ട്. ആ ടെലിഫോൺ ഞാനൊന്ന് അറ്റൻഡ് ചെയ്തുകൊള്ളട്ടെ. ഹലോ. ഹലോ, ആ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞാട്ടെ. ആ വേഗം പറഞ്ഞോളൂ. എന്റെ മോക്ക് വേണ്ടിയാണ് ലീമ. അവൾക്ക് അനോട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി എന്നീ 3 വിഷയങ്ങൾ പഠിക്കുന്നതിന് വളരെ പ്രയാസമാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും യേശു ആ മകളെ കൂടെ ഇരുന്ന് സഹായിക്കും. അനാറ്റമി, മൈക്രോബയോളജി, ഫിസിയോളജി ഒക്കെ പഠിക്കുന്നതിന് ആ കുട്ടിക്ക് അല്പം പ്രയാസം നേരിടുന്നു എന്നാണ് ആ മാതാവ് നമ്മോട് ടെലിഫോണിൽ വന്ന് സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് നൽകുന്നത് സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ആണ്. തീർച്ചയായിട്ടും മികവിൻ്റെ ആത്മാവിനാൽ ദൈവം ആ ജീവിതങ്ങളെ നിറയ്ക്കേണ്ടത്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മികവ് ഈ വിദ്യാർത്ഥിനികളുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയർന്ന വിജയത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഇടയാക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, നമുക്ക് ചേർന്ന് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളായ ജീവിതം ആത്മഹത്യയുടെ വക്കിലും തങ്ങളെ തന്നെ നശിപ്പിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആ പരുവത്തിലായ ജീവിതങ്ങൾക്കായി വിശിഷ്യ നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് യൗവന തലമുറ ധാരാളമായി ഇതിന് അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേരളം ഒന്നിച്ചു ചേർന്ന് 2 കരങ്ങൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉയർത്തിക്കൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശിഷ്യ സൂസൻ മുമ്പ് ടെലിഫോണിൽ വന്ന് നമ്മോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ബിജുവിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം ആ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് ആ സ്പിരിറ്റ് ഓഫ് അഡിക്ഷൻ ഐ കം അഗൈൻസ്റ്റ് യു ഇൻ ജീസസ് നെയിം. പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ സ്വാതന്ത്ര്യം
ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്ക്, സ്വാതന്ത്ര്യത്തിൽ വരട്ടെ. അതുപോലെ മദ്യമയക്ക മരുന്നുകൾക്ക് അടിമകളായ ദുസ്വഭാവങ്ങൾക്ക് അടിമകളായ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സ്വാതന്ത്ര്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. കുടുംബങ്ങൾ സന്തോഷിക്കട്ടെ, വ്യക്തികൾ സന്തോഷിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പുറമറ്റത്ത് നിന്നും മാത്തൻ വിളിച്ചിരിക്കുന്നു. ജോലി ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ആ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജീവിതത്തിന് വേണ്ട കർത്താവ് ഉപജീവന മാർഗങ്ങളിൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഹല്ലേലൂയ. നിന്റെ മകൻ ആഗ്രഹിക്കുന്നതിലുപരിയായി നീ വഴികളെ തുറന്ന് നിന്റെ മകനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ചങ്ങന്ത് ഉഷ വിളിച്ചിരിക്കുന്നു. ലോൺ കിട്ടുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറണം കർത്താവ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ലോണിന്റെ എല്ലാ കാര്യങ്ങളും അത് സാങ്ഷൻ ആകട്ടെ, എത്രയും വേഗം അത് അവരുടെ കാര്യങ്ങളിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ അങ്ങ് മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് ജെറിൻ വിളിച്ചിരിക്കുന്നു. BCAക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ആ മകന്റെ ആഗ്രഹങ്ങളെ നീ മാനിക്കുന്ന ദൈവമാക്കി അതിനെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവെ. നല്ലൊരു കോളേജിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കോഴ്സിന് ചേരുവാൻ കർത്താവ് ഒരു അഡ്മിഷൻ നീ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് സെലിം വിളിച്ചിരിക്കുന്നു. മകളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, മകന്റെ എല്ലാ മേഖലയിലും ഉയർച്ച പ്രാപിക്കണം കർത്താവ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടായിട്ടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവകൃപയാൽ ദൈവിക സമാധാനത്തിൽ ആ കുടുംബത്തെ പൊതിഞ്ഞാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗഞ്ചാവിന് അടിമയായിരിക്കുന്ന ഭർത്താവിന്റെ പൂർണ്ണ വിമോചനം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. മോളി റാന്നിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം ഉണ്ടാവട്ടെ കർത്താവ്. അഡിക്ഷൻ മാറട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ആ ജീവിതത്തെ നീ തൊടുമാറണമേ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് സൂസം വിളിച്ചിരിക്കുന്നത് ഭർത്താവിന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷനാണ്, വ്യാഴാഴ്ച പ്രാർത്ഥിക്കണം കർത്താവ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൂസിന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം അതിന്റെ മേൽ വെച്ചാട്ടെ കർത്താവെ. ആന്തരിക അവയവങ്ങളിൽ മേൽ ദൈവിക ജീവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നെ സൃഷ്ടിപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ബോർഡറുകളിലായിരിക്കുന്ന ഓരോ സൈനികനെയും കർത്താവ് പരിപാലിക്കട്ടെ. ഒരു മനുഷ്യനും രക്തച്ചൊരിച്ചിലിൽ നശിക്കുവാനിടയാകാതെ ദൈവം സൂക്ഷിക്കേണ്ടത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ ഫോർ അവർ നേഷൻ ഇന്ത്യ and for the nations of the world, especially for Egypt and Syria where communal issues are there. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരം നീട്ടേണ്ടതിന് പാസ്റ്റർ ജിം നമുക്ക് വേണ്ടി നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ. Thank you, Lord. Father God, we just thank you for our nation. We thank you for this great nation of India, Father God. Yes, Lord. Right now, Lord, we pray for every state in India. Yes, Lord. Let there be peace, let there be harmony in every state, oh Master God. Yes, Lord. We pray, Father, that you would bless this nation. Bless every state, every city, every town, and every village. Let it be blessed in the name of Jesus. Yes. We, Lord, we especially pray for our border states, oh Father God. Yes. Especially in the northeast and in the north. We pray, Father, let there be peace on the borders of Father God. If in Jammu and Kashmir, Lord, we pray and we call for peace of Master. We pray for peace in our northeastern borders of Master Yes. God. Let there be peace in those states of Father God. Let the peace of Jesus Christ come into those places, oh God. And we right now pray for our neighboring countries, oh Master God. Lord. We Yes. bless our neighbors, oh Father God. Yes. Let there be peace and stability in all the neighboring countries of India, Master God. Father, we just want to ask you to send your peace upon upon the subcontinent. Right now, at this time, Lord, we pray for Egypt. Egypt has been going through crisis, oh Master. Yes. We ask you, Father, No to more send bloodshed. release Yes. your peace upon Egypt. Yes. Let there be stability in the political system in Egypt, oh Master Yes. God. Let there be no more bloodshed. Let people not be killed, oh Father God, innocents. We ask your peace in Egypt. We ask your peace in Syria, oh God. Jesus. Release your peace. Let it release the power of your presence in Syria, oh Master God. We don't want to see any more clashes and people being killed in that country. Let your peace come into our land and into our neighboring countries and upon Egypt and Syria, Master, especially we pray. Thank you for listening to our prayers in Jesus' name. കർത്താവേ,
എല്ലാ നന്മകൾക്കും സമാധാനത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത്. യേശു അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകുന്നു. അജിത ട്രിവാൻഡ്രത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന അച്ഛന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രയാസപ്പെട്ട വേളയില പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്. പൂർണ്ണ സൗഖ്യം യേശു നൽകി. അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരിക്കുന്നു എന്ന് നമ്മുടെ കൂടെ പ്രേയിങ് കേരള മിനിസ്ട്രി ടീമിലുള്ളതായ ആനി നമ്മോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. കർത്താവിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പൂർണ്ണ സൗഖ്യത്തിലേക്ക് ദൈവമാതാവിനെ കൊണ്ടുവരട്ടെ. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അതുണ്ടാകുക തന്നെ ചെയ്യും. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് അവർ കേരള സ്റ്റേറ്റ് KCB വൈദ്യുതി ലേലത്തിൽ വിൽക്കാൻ പോകുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. മഴ, സമൃദ്ധമായ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. കേരളത്തിൽ സമൃദ്ധമായ മഴ ദൈവം നൽകി. മഴ തുടങ്ങാൻ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം മഴ നൽകി. മഴ നിൽക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചു, മഴ നിന്നു. KCB വൈദ്യുതി ലേലത്തിൽ വിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് ഒരു ടെലിഫോൺ വന്നതൊന്ന് അറ്റൻഡ് ചെയ്തുകൊള്ളട്ടെ. ഹലോ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ എന്റെ സഹോദരന്റെ മകന് 14 വയസ്സായി. രണ്ട് വൃക്കകളും ചുരുങ്ങുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ വളരെ രോഗത്താൽ ഭാരപ്പെടുന്നു. ഈ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡയാലിസിസ് മാത്രമാണ്. ആ ഡയാലിസിസിൽ നിന്നും മുക്തി നേടാനും അവന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കാനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദർ. ആകെ കുടുംബമായി അവർ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അവരെ ഒന്ന് താങ്ങുവാൻ ആത്മാർത്ഥമായി ഞങ്ങൾ ഈ ഹാർവസ്റ്റ് ടിവിയോട് ഞങ്ങൾ സഹകരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ബ്രദർ. എന്താ പേര്? തകർന്ന അവസ്ഥയിലാണ്. വിളിക്കുന്ന ആളുടെ പേരൊന്നുകൂടെ പറയുമോ? ഗ്രേസ് ആണ്. പേര് ഗ്രേസ് ആണ്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വിളിക്കുന്നത്. കുട്ടിയുടെ പേര് ഉണ്ണിക്കുട്ടന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 14 വയസ്സ് ഉള്ള ഈ യുവാവിന് 2 കിഡ്നികളും പരാജയപ്പെട്ടു. ഡയാലിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ കുടുംബം ആത്മഹത്യയുടെ വക്കിൽ എന്ന് ഉള്ള വർത്തമാനമാണ് നമ്മൾ കേട്ടത്. ആത്മഹത്യ ചെയ്തത് കൊണ്ട് കിഡ്നികൾ പുതുതായി വരത്തില്ല. ആത്മഹത്യ അല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് ആത്മഹത്യയുടെ ദുരാത്മാക്കൾ എന്നേക്കുമായി യേശുവിൻ നാമത്തിൽ വിട്ടുമാറ്. രണ്ടാമത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ഉണ്ണിക്കുട്ടൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അവന്റെ ശരീരത്തിൽ പുതിയ വൃക്കകൾ ഉളവായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഡോക്ടേഴ്സ് അവനെ പരിശോധിക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുതകരമായ സൗഖ്യം കാണുവാനിടയാകട്ടെ. അതങ്ങനെ തന്നെ അവിടുന്ന് ചെയ്തതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ കേരള സംസ്ഥാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ സമസ്ത മേഖലകളിലും അങ്ങയുടെ വലിയ വിമോചനം അനുഗ്രഹത്തിൻ്റെ മാരി ഉളവാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിൽ യേശുവിൻ്റെ ഓർഡർ ഇവിടെ ഉണ്ടാകട്ടെ, ക്രമമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. മാത്യു തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ മിഥുൻ ജോലിയിൽ പ്രൊമോഷൻ കിട്ടണം. മകന് MBA എക്സാം ഉണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ മകന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നതിനായി സ്തോത്രം. ആ മകന് പഠിക്കാനുള്ള ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ ശക്തിയും ബുദ്ധിയും ആരോഗ്യം കൊടുത്തവനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അമ്മ സുഭദ്ര 4 വർഷമായി കാലിൽ പുണ്ണ്, ഭർത്താവിന്റെ മദ്യപാനം, മകൾക്ക് അനുസരണക്കുറവ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ കാലിന്റെ പുണ്ണ് പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ആരോഗ്യവതിയായി ഇരുപ്പാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ ആസക്തി തന്റെ മകന്റെ ശരീരാത്മതയ്ക്ക് വിട്ട് പുറത്തു പോകട്ടെ. ആ കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരായി വളർന്നു വരുവാൻ അവരെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ഷൈനി തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. പലവേദനയും ഭരിയാലും ഭാരപ്പെടുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവിടുന്ന് വചനം അയച്ച് പൂർണ്ണമായ ഒരു സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഷീബ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ ബിൻസിക്ക് ബുദ്ധി വളർച്ചക്കുറവ്. യേശുവിന്റെ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അവളിൽ വെളിപ്പെടുത്തി ആ ബുദ്ധിയുടെ വളർച്ച യഥാക്രമം വളരുമാറാകട്ടെ. ആരോഗ്യമുള്ള ഒരു തലമുറയായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഉഷ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ജെയ്സൺ 1-ാം തീയതി എക്സാമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ മകനെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള കഴിവ്, ശക്തി, ബുദ്ധി, ആരോഗ്യം കൊടുക്കണം. കർത്താവെ ഉയരത്തിലെ ജ്ഞാനത്താൽ നിറയ്ക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സെലിൻ ഇളമക്കരയിൽ നിന്ന് നമ്മോട് അറിയിച്ചിരിക്കുന്നത് മകന്റെയും മരുമകളുടെയും വീസ ശരിയാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അറിയിച്ചിരുന്നു. യേശു അത്ഭുതകരമായി പ്രവർത്തിച്ചു. വീസ ശരിയായി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സുശീൽ അമ്മാച്ചൻ്റെ മകൻ 2 കിഡ്നി ഫെയിലിയറായി ബാംഗ്ലൂരിൽ ആയിരിക്കുന്ന ഡയബറ്റിക്കാണ്. മക്കൾ ഇല്ല, ഭയങ്കരമായ ക്ഷീണത്താൽ ഭാരപ്പെടുന്നു. നമ്മോട് പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ സുശീലിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. 2 കിഡ്നികളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. മകൾക്ക് അതിൻ്റെ ഫലമായി വിദേശത്ത് ജോലി ലഭിക്കുവാൻ ദൈവം ഇടയാക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേരളത്തിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വിശദാംശങ്ങൾ ഈ കത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർക്ക് വേണ്ടി ജോലി നൽകിയ യേശു താങ്കൾക്ക് വേണ്ടി ജോലി നൽകാൻ വിശ്വസ്തനല്ലേ? തൊഴിലില്ലാത്തവർക്ക് വേണ്ടി ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ഓൾട്ടറിൽ ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങളിൽ അവർക്ക് ജോലിയില്ല, നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ജോലിയില്ല. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. താങ്കൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ ഓൾട്ടറിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ ചേർന്ന് പ്രാർത്ഥിക്കും. 7 മണിക്ക് ശേഷം വിശദമായി രാപകലുകളില്ല താങ്കൾക്ക് പ്രാർത്ഥന കേരളത്തിൻ്റെ നമ്പറുകളിൽ വിവരങ്ങൾ വിളിച്ചു പറയാവുന്നതാണ്. യേശു അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പകൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് തൊഴിലില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജോലി ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. സ്വദേശത്തും വിദേശത്തുമായി അനുഗ്രഹിക്കപ്പെട്ട വഴികൾ, വാതിലുകൾ അവർക്ക് തുറക്കപ്പെടേണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ജോലിയിലായിരിക്കുമ്പോൾ തന്നെ, സ്വദേശത്ത് ജോലിയിലായിരിക്കുമ്പോൾ തന്നെ വിവിധ ക്ലേശങ്ങൾ ജോലി സംബന്ധമായി നേരിടുന്നവരുണ്ട് കർത്താവേ. ശമ്പളം ലഭിക്കാത്തവരുണ്ട്, പ്രൊമോഷൻ ലഭിക്കാത്തവരുണ്ട്, പണം തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയിലുള്ളവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം നീട്ടി അവരെ അവിടുന്ന് വിടുവിക്കും. യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം ഓരോ ജീവിതങ്ങളുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബിടെക്കിന് എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ എക്സാംസിന് വേണ്ടി ഇന്ന് പോകാൻ പോകുന്ന വിദ്യാർത്ഥിനികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂവിന് പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ഈ മക്കളുടെ മേൽ നീട്ടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്, അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം അവർക്ക് നൽകിക്കൊടുക്കുക കർത്താവെ. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരുണ്ട്, അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത കരം അവിടുന്ന് അവർക്കായി നീട്ടും. രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവേ, അവിടുന്ന് സകലതിന്റെയും കണ്ണുനീർ തുടയ്ക്കും. മഹത്വത്തിനായി സകലതും ചെയ്യും യേശുവിൻ നാമത്തിൽ. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുന്നതുവരെയും യേശുവിൻ്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചറിയിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മുമ്പേ ജോലി കിട്ടിയെന്ന് ഷേർലി ജേക്കബ് തിരുവല്ലയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ആ മകൾക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക ഈ ശുശ്രൂഷയ്ക്കായിട്ട് അവർ അയച്ചു തന്നു. ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകുവാൻ താങ്കളുടെ പ്രാർത്ഥനയും പങ്കാളിത്തവും അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം ബ്രദർ എബ്രഹാം എറണാകുളത്ത് നിന്ന് ടെലഫോണിൽ വന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ ദൈവത്തിന് ആത്മാവ് തനിക്ക് കൊടുത്ത ആലോചന. പ്രാർത്ഥന കേരളം ഒരു ഉറവയാണ്. ആ ഉറവയായി തന്നെ ഇത് നിലനിൽക്കേണ്ടതിന് നമുക്ക് ഒന്നിച്ചുകൂടി യാത്ര ചെയ്തേ മതിയാകുകയുള്ളൂ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം പ്രദാനം ചെയ്തിരിക്കയാൽ 2 ചേർന്ന് 2 കരങ്ങളും ഉയർത്തി സ്കൂളുകളിൽ കുട്ടികൾ അനുഗ്രഹീതരാകട്ടെ, അധ്യാപകർ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി മേഖലകളിൽ കുഞ്ഞുങ്ങൾ ജോലി സ്ഥലത്ത് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ് മേഖലകൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, രോഗികൾ സൗഖ്യം അനുഭവിക്കട്ടെ, സമാധാനം യേശുവിന്റെ നാമത്തിൽ എല്ലാ മേഖലകളിലും ഇറങ്ങി നിൽക്കട്ടെ, രാജ്യം സമൃദ്ധമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ.